ഹായ് വെൽക്കം ടു ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഈസി ലേണിംഗ്. ഇനി നിങ്ങൾക്കും പഠിക്കാം ഇംഗ്ലീഷ് ഈസിയായി. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ PSC പഠിതാക്കൾക്ക് വരെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇംഗ്ലീഷ് ഗ്രാമർ. തികച്ചും ലളിതമായ അധ്യായങ്ങളിലൂടെ ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതിനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത്. ടെൻസുകളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇംഗ്ലീഷിൽ കൃത്യമായി സെൻറ്റൻസുകൾ പൂർത്തിയാക്കാൻ സാധിക്കൂ. എന്നാൽ കൃത്യമായ അടിത്തറയില്ലാത്ത ഒരു വിദ്യാർത്ഥിക്ക് ടെൻസ് പഠിച്ചെടുക്കുക എന്നത് തീർത്തും പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാനമായ പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്നാണ് നമ്മൾ ആദ്യ പാഠഭാഗങ്ങൾ ആരംഭിക്കുന്നത്. ഇംഗ്ലീഷിലെ ഓരോ സെൻറ്റൻസിനകത്തും നമ്മൾ കാണുന്ന ഓരോ വാക്കുകളും പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഭാഗമാണ്. ഒരു സെൻറ്റൻസിൽ വരുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റേതായ ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. ഇതാണ് പാർട്സ് ഓഫ് സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ പ്രധാനമായും 10 പാർട്സ് ഓഫ് സ്പീച്ചുകളാണ് ഉള്ളത്. നൗൺസ്, adjectives, pronouns, verbs, adverb, article, determiner, preposition, conjunction and interjection. പാർട്സ് ഓഫ് സ്പീച്ചിൽ ഇന്ന് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് നൗൺസിനെ കുറിച്ചാണ്. ഒരു വ്യക്തിയുടെയോ ജീവജാലങ്ങളുടെയോ പ്രദേശത്തിൻ്റെയോ പദവിയുടെയോ എന്തിൻ്റെയും പേരുകളായി വരുന്ന പദങ്ങളെയാണ് നാം നൗൺസ് അഥവാ നാമങ്ങൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നൗണുകളെ പ്രധാനമായും കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, കോൺക്രീറ്റ് നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, കളക്റ്റീവ് നൗൺ, നമ്പർ നൗൺ, പൊസസീവ് നൗൺ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഒരു സെൻറ്റൻസിൽ നിന്നും ഒരു നൗണിനെ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ഇന്നത്തെ പാഠഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യമായി നമുക്ക് കോമൺ നൗൺ എന്താണെന്ന് പരിശോധിക്കാം. വ്യക്തികളുടെയോ പ്രദേശങ്ങളുടെയോ ജീവജാലങ്ങളുടെയോ വസ്തുക്കളുടെയോ പേരുകളെ പൊതുവായി സൂചിപ്പിക്കുന്നതാണ് കോമൺ നൗൺ. ഉദാഹരണമായി പറഞ്ഞാൽ മനുഷ്യൻ എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന കോമൺ നൗണാണ് ഹ്യൂമൻ. എന്നാൽ നമ്മൾ ഓരോ മനുഷ്യരെയും തിരിച്ചറിയുന്നതിന് പ്രത്യേകമായി നമ്മൾ പേര് നൽകിയിട്ടുണ്ട്. ഉദാഹരണം ജോൺ, ഷീല, സാമുവൽ ഇതെല്ലാം നമ്മൾ മനുഷ്യർക്ക് നൽകിയ പ്രത്യേകമായ പേരുകളാണ്. എന്നാൽ എല്ലാ മനുഷ്യരെയും ചേർത്ത് നമ്മൾ പറയുന്ന കോമൺ നെയിമാണ് ഹ്യൂമൻ. ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരികയാണെങ്കിൽ മാത്രമേ കോമൺ നൗണുകളുടെ ആദ്യാക്ഷരം നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ. തുടർന്ന് നൽകിയിരിക്കുന്ന ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ കോമൺ നൗണുകളെക്കുറിച്ച് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. ആദ്യത്തെ സെൻറ്റൻസിൽ ടീച്ചേഴ്സ് എന്നത് ഒരു പ്രത്യേക തൊഴിൽ ചെയ്യുന്ന വിഭാഗത്തിന് പൊതുവായി ഉപയോഗിക്കുന്ന നാമമാണ്. അതുകൊണ്ട് അതൊരു കോമൺ നെയിം ആണ്. അതുപോലെ സ്കൂൾ എന്നത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടിടമാണ്. അതുകൊണ്ട് സ്കൂൾ എന്നതും ഒരു കോമൺ നെയിമാണ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ബേർഡ്സ് എന്നത് പക്ഷികളെ സൂചിപ്പിക്കുന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു പൊതുവായ വാക്കാണ്. അതുകൊണ്ട് അതും ഒരു കോമൺ നൗൺ ആണ്. മരങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ട്രീസ്. അതുകൊണ്ട് ട്രീസ് എന്നതും ഒരു കോമൺ നൗൺ ആണ്. സ്റ്റോറി ബുക്സ്, ഇവിടെ ഏതെങ്കിലും ഒരു കഥാപുസ്തകത്തിൻ്റെ പേര് എടുത്തു പറയാത്തത് കൊണ്ട് തന്നെ സ്റ്റോറി ബുക്സ് എന്നതും ഒരു കോമൺ നൗൺ ആണ്. നാലാമത്തെ സെൻറ്റൻസിലെ മദർ, ഡോക്ടർ എന്നീ പദങ്ങളും കോമൺ നൗണുകളാണ്. അഞ്ചാമത്തെ സെൻറ്റൻസിലെ റിവേഴ്സ്, മൗണ്ടെയ്ൻസ് എന്നിവയും കോമൺ നൗണുകളാണ്. കോമൺ നൗണുകൾ ഒരു സെൻറ്റൻസിൽ എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതേണ്ട ആവശ്യമില്ലെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. എന്നാൽ ഒന്നാമത്തെ സെൻറ്റൻസിലെ ടീച്ചേഴ്സ്, രണ്ടാമത്തെ സെൻറ്റൻസിലെ ബേർഡ്സ്, അഞ്ചാമത്തെ സെൻറ്റൻസിലെ റിവേഴ്സ് എന്നിവയുടെ ആദ്യത്തെ അക്ഷരം ഇവിടെ ക്യാപിറ്റൽ അക്ഷരത്തിൽ എഴുതുന്നതിന് കാരണം അത് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വന്നതുകൊണ്ടാണ്. വ്യക്തികൾ, സ്ഥലങ്ങൾ, ജീവജാലങ്ങൾ, വസ്തുക്കൾ എന്നിവയ്ക്ക് പ്രത്യേകമായി പേര് നൽകിയിട്ടുണ്ടെങ്കിൽ അതാണ് പ്രോപ്പർ നൗൺ. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ ഒരു ഡോഗിന് നമ്മൾ കൈസർ എന്ന പേര് നൽകിയാൽ ഡോഗ് എന്നത് ഒരു കോമൺ നൗണും അതുപോലെ കൈസർ എന്നത് ഒരു പ്രോപ്പർ നൗണും ആയിരിക്കും. തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കൂ. ഹെർ നെയിം ഈസ് ജെനി. ഇവിടെ ജെനി എന്നത് ഒരു വ്യക്തിക്ക് പ്രത്യേകമായി നൽകിയിരിക്കുന്ന പേരായതുകൊണ്ട് അതൊരു പ്രോപ്പർ നൗൺ ആണ്.
ഗാന്ധിജി വാസ് ബോൺ ഇൻ ഗുജറാത്ത്. ഇവിടെ ഗാന്ധിജി എന്നത് ഒരു വ്യക്തിയുടെ പ്രത്യേകമായ പേരും അതുപോലെ ഗുജറാത്ത് എന്നത് ഒരു പ്രദേശത്തിന് പ്രത്യേകമായി നൽകപ്പെട്ട പേരുമാണ്. അതുകൊണ്ട് ഈ രണ്ട് വാക്കുകളും പ്രോപ്പർ നൗണുകൾക്ക് ഉദാഹരണമാണ്. മൂന്നാമത്തെ സെൻറ്റൻസിൽ ക്രിസ്തുമസ് എന്നത് ഒരു ആഘോഷത്തിന് പ്രത്യേകമായി നൽകിയിരിക്കുന്ന പേരായതുകൊണ്ട് അതൊരു പ്രോപ്പർ നൗണാണ്. ഡിസംബർ എന്നത് ഒരു മാസത്തിൻ്റെ പേരായതുകൊണ്ട് അതൊരു പ്രോപ്പർ നൗണാണ്. നാലാമത്തെ സെൻറ്റൻസിൽ മദേഴ്സ് ഡേ എന്നത് ഒരു പ്രത്യേക സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ അതൊരു പ്രോപ്പർ നൗണാണ്. അതുപോലെ മൺഡേ എന്നത് ഒരു ദിവസത്തിന് പ്രത്യേകമായി നൽകിയിരിക്കുന്ന പേരായതുകൊണ്ട് അതും ഒരു പ്രോപ്പർ നൗണാണ്. മൗണ്ട് എവറസ്റ്റ് എന്നത് ഒരു പ്രത്യേക കൊടുമുടിയുടെ പേരായതുകൊണ്ടും ഹിമാലയ എന്നത് ഒരു പ്രത്യേക പർവ്വതത്തിൻ്റെ പേരായതുകൊണ്ടും ഇവ രണ്ടും പ്രോപ്പർ നൗണുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഒരു പ്രോപ്പർ നൗൺ സെൻറ്റൻസിൻ്റെ ഏത് ഭാഗത്ത് വന്നാലും അതിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിൽ ആയിരിക്കേണ്ടതാണ്. പൊതുവായ സവിശേഷതയോട് കൂടിയ ഒരു കൂട്ടം വ്യക്തികളെയോ മൃഗങ്ങളെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കുന്ന പദങ്ങളെ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നു. ഉദാഹരണമായി ഒരു കൂട്ടം തേനീച്ചകളെ സൂചിപ്പിക്കുന്നതിന് എ സ്വാം ഓഫ് ഫ്ലൈസ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വാം എന്ന വാക്ക് കളക്റ്റീവ് നൗണിന് ഉദാഹരണമാണ്. അതുപോലെ ഒരു കൂട്ടം കന്നുകാലികളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെങ്കിൽ എ ഹേർഡ് ഓഫ് കാറ്റിൽ എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹേർഡ് എന്ന വാക്ക് ഒരു കളക്റ്റീവ് നൗണാണ്. ഐ സോ എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ഇൻ എ ട്രീ. ഇവിടെ പക്ഷികളുടെ കൂട്ടത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കാണ് ഫ്ലോക്ക്. അതിനാൽ ഫ്ലോക്ക് എന്നതൊരു കളക്റ്റീവ് നൗൺ ആണ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഒരു ജോഡി ഷൂസ്, അതായത് ജോഡി എന്നതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പെയർ എന്ന വാക്കാണ് കളക്റ്റീവ് നൗൺ. മൂന്നാമത്തെ സെൻറ്റൻസിൽ എ പൈൽ ഓഫ് ക്ലോത്ത്സ്. ഇവിടെ ക്ലോത്ത്സ് എന്നതിൻ്റെ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നതിന് പൈൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൈൽ എന്നതാണ് ഇവിടെ കളക്റ്റീവ് നൗൺ. നാലാമത്തെ സെൻറ്റൻസിൽ കമ്പ്യൂട്ടറുകളുടെ ശൃംഖല എന്നർത്ഥമാക്കുന്നതിനായി നെറ്റ്വർക്ക് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ നെറ്റ്വർക്ക് എന്നുള്ളതാണ് ഇവിടെ കളക്റ്റീവ് നൗൺ. അഞ്ചാമത്തെ സെൻറ്റൻസിൽ ഒരു കുലമുന്തിരി എന്ന് അർത്ഥമാക്കുന്നതിന് ബഞ്ച് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതിനാൽ ബഞ്ച് എന്ന വാക്കാണ് ഇവിടെ കളക്റ്റീവ് നൗൺ. ഒന്നിൽ കൂടുതൽ പദങ്ങൾ ഒരുമിച്ച് ചേർന്ന് രൂപപ്പെടുന്ന നാമങ്ങളെയാണ് കോമ്പൗണ്ട് നൗൺസ് എന്ന് വിളിക്കുന്നത്. തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്നാമത്തേത് ടൈം ടേബിൾ. ടൈം എന്ന വാക്കും ടേബിൾ എന്ന വാക്കും ചേർന്നുണ്ടായ പദമാണ് ടൈം ടേബിൾ. അതുകൊണ്ട് ഇതൊരു കോമ്പൗണ്ട് നൗണാണ്. അതുപോലെ ലഞ്ച്, ടൈം എന്നീ വാക്കുകൾ ചേർന്നുണ്ടായ വാക്കാണ് ലഞ്ച് ടൈം. ബാസ്ക്കറ്റ് ബോൾ, ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ് ബാസ്ക്കറ്റ് ബോൾ എന്ന ഒരൊറ്റ പദം രൂപീകരിച്ചിരിക്കുന്നത്. ആഫ്റ്റർ നൂൺ എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ് ആഫ്റ്റർനൂൺ എന്ന വാക്കുണ്ടായത്. നോട്ട്, ബുക്ക് എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ് നോട്ട്ബുക്ക് എന്ന വാക്ക് ഉണ്ടായത്. ബ്ലാക്ക് ബോർഡ് എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ് ബ്ലാക്ക് ബോർഡ് എന്ന പദം ഉണ്ടായത്. ഇവിടെ ഈ രണ്ട് പദങ്ങൾക്കുമിടയിൽ ഒരു സ്പേസ് പോലും ഇല്ലാതെയാണ് പുതിയ വാക്ക് രൂപീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഇതിനെ ക്ലോസ്ഡ് ഫോം എന്ന് അറിയപ്പെടുന്നു. ഇനി രണ്ടാമത്തെ സെറ്റിൽ പറയുന്ന സ്വിമ്മിംഗ് പൂൾ, വാഷിംഗ് മെഷീൻ, ഫുൾ മൂൺ, ക്രിസ്മസ് ട്രീ എന്നീ പദങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടെ സ്പേസ് ഉപയോഗിച്ചാണ് രണ്ട് വാക്കുകളെയും തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകൾ ഓപ്പൺ ഫോം എന്ന് അറിയപ്പെടുന്നു. ഇനി മൂന്നാമത്തെ സെറ്റിലെ ഡ്രൈ ക്ലീനിങ്, മദർ ഇൻ ലോ, വെൽ ബീയിങ്, കോ പൈലറ്റ്, എക്സ്റേ എന്നീ പദങ്ങളെ ഹൈഫണുകൾ ചേർത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകൾ ഹൈഫണേറ്റഡ് ഫോം എന്ന് അറിയപ്പെടുന്നു. കൗണ്ടബിൾ നൗൺസ്. പേരുപോലെ തന്നെ കൃത്യമായി എണ്ണാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കൂ. പീപ്പിൾ, ബുക്ക്, ടേബിൾ, ഫോട്ടോഗ്രാഫ്സ്, റെസ്റ്റോറൻറ്റ്സ്, പെയിൻറ്റിങ്സ് ഇവയെല്ലാം തന്നെ നമുക്ക് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം കൗണ്ടബിൾ നൗൺസിന് ഉദാഹരണങ്ങളാണ്. എണ്ണാൻ കഴിയാത്ത നാമങ്ങളാണ് അൺകൗണ്ടബിൾ നൗൺസ്. ചില വസ്തുക്കൾ, ദ്രാവകങ്ങൾ, ആശയങ്ങൾ എന്നിവയെ ഇംഗ്ലീഷിൽ അൺകൗണ്ടബിൾ നൗൺസായി കണക്കാക്കുന്നു. വാട്ടർ, ചീസ്, ഇൻഫോർമേഷൻ, ഇൻ്റലിജൻസ്, ഗാർബേജ്, അഡ്വൈസ്, ബ്രെഡ്, ഫർണിച്ചർ,
മിൽക്ക്, ക്ലേ തുടങ്ങിയവയെല്ലാം തന്നെ അൺകൗണ്ടബിൾ നൗൺസിന് ഉദാഹരണങ്ങളാണ്. അൺകൗണ്ടബിൾ നൗൺസ് മാസ് നൗൺസ് എന്ന പേരിലും അറിയപ്പെടുന്നു. കോൺക്രീറ്റ് നൗൺ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്ന നാമങ്ങളെയാണ് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. അതായത് കാഴ്ച, കേൾവി, രുചി, മണം, സ്പർശം ഇതിൽ ഏതെങ്കിലും ഒന്നിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഏതു വസ്തുവിനെയും കോൺക്രീറ്റ് നൗൺസായി പറയാം. ബുക്സ്, മ്യൂസിക്, ഐസ്ക്രീം, സ്മോക്ക്, ഫയർ എന്നിവയെല്ലാം കോൺക്രീറ്റ് നൗണുകൾക്ക് ഉദാഹരണങ്ങളാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കാത്ത നാമങ്ങളാണ് അബ്സ്ട്രാക്റ്റ് നൗൺസ്. വികാരങ്ങൾ, ഗുണങ്ങൾ, ആശയങ്ങൾ എന്നിവയെല്ലാം അബ്സ്ട്രാക്റ്റ് നൗണിൽ ഉൾപ്പെടുന്നു. ലവ്, ഏങ്കർ, പീസ്, കറേജ്, ഓണസ്റ്റി തുടങ്ങിയവയെല്ലാം അബ്സ്ട്രാക്റ്റ് നൗണുകൾക്ക് ഉദാഹരണങ്ങളാണ്. വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ ഓണർഷിപ്പ് അഥവാ സ്വന്തം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് പൊസസീവ് നൗൺസ്. സാധാരണയായി ഒരു നൗണിനെ പൊസസീവ് രീതിയിലേക്ക് മാറ്റുന്നതിന് ആ നൗണിന് ശേഷം അപ്പോസ്ട്രോഫി ചേർത്ത് ഒരു എസ് എന്ന അക്ഷരം എഴുതിയാൽ മതി. ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. അമൽസ് ഫാദർ. ഇവിടെ അമൽ എന്ന നൗണിനെ പോസസീവ് ആക്കി മാറ്റിയത് അമലിന് ശേഷം അപ്പോസ്ട്രോഫി ഇട്ടു, അതിനുശേഷം എസ് എന്ന അക്ഷരം ചേർത്തു. അമൽസ് ഫാദർ എന്നതിൻ്റെ അർത്ഥം അമലിൻ്റെ ഫാദർ. ഇവിടെ ഫാദർ എന്നത് അമൽ എന്ന നൗണിൻ്റെ പോസസീവ് അഥവാ സ്വന്തമായി മാറുന്നു. ചിൽഡ്രൻസ് ബുക്ക്, കുട്ടികളുടെ പുസ്തകം. ഇവിടെ പുസ്തകം എന്ന വാക്ക് കുട്ടികൾക്ക് സ്വന്തമാകാൻ ചിൽഡ്രൻ എന്ന വാക്കിന് ശേഷം അപ്പോസ്ട്രോഫി എസ് ചേർത്തു. ബേർഡ്സ് നെസ്റ്റ്, പക്ഷികളുടെ കൂട്. ഡോഗ്സ് ടെയിൽ, നായയുടെ വാല്. ബ്രദേഴ്സ് നെയിം, സഹോദരൻ്റെ പേര്. ഈ ഉദാഹരണങ്ങൾ കൂടി ശ്രദ്ധിക്കുക. എന്നാൽ ചില പ്ലൂറൽ നൗണുകൾ അവസാനിക്കുന്നത് തന്നെ എസ് എന്ന അക്ഷരത്തിലായിരിക്കും. ഇത്തരം നൗണുകളെ പൊസസീവ് രീതിയിലേക്ക് മാറ്റുന്നതിന് അപ്പോസ്ട്രോഫി മാത്രം ചേർത്താൽ മതിയാകും. താഴെ നൽകിയിരിക്കുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ബോയ്സ് ഹോസ്റ്റൽ. ഇവിടെ ബോയ്സ് എന്നത് ഒരു പ്ലൂറൽ നൗണാണ്. അതിൻ്റെ അവസാനം എസ് വന്നതുകൊണ്ട് അപ്പോസ്ട്രോഫി മാത്രം നൽകിയിരിക്കുന്നു. ആനിമൽസ് ക്രൈ, മൃഗങ്ങളുടെ കരച്ചിൽ. ഇവിടെ ആനിമൽസ് എന്നത് ഒരു പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ അവസാനം എസ് ആയതുകൊണ്ടും അപ്പോസ്ട്രോഫി മാത്രം നൽകിയിരിക്കുന്നു. ടീച്ചേഴ്സ് നോട്ട്സ്, എലിഫൻറ്റ്സ് ട്രങ്ക്. ഈ രണ്ട് ഉദാഹരണങ്ങൾ കൂടി ശ്രദ്ധിക്കുക. എല്ലാവർക്കും നൗൺസ് എന്ന പാഠഭാഗം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത പാഠഭാഗത്തിൽ അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം.